ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞ 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ തുറക്കാതെ CBSE. പോർട്ടൽ ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നാണ് അറിയിപ്പ് നൽകിയത്. ഇന്ന് 2 മണിക്ക് ഓപ്പൺ ആകുമെന്നാണ് അറിയിച്ചത്. എന്നാൽ 11 മണിയായിട്ട് പോർട്ടൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, പോർട്ടലിന് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം റെഡിയാണ്. ഇന്ന് 2 മണിക്ക് തുറക്കും എന്ന് പറഞ്ഞിരുന്നു. 11 മണിയായി. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത് തുറന്നിട്ടില്ല. അനൂപ്, അത് തന്നെയാണ്. അതായത് CBSEയുടെ ഈ 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടൽ അത് ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാകും എന്ന ഒരു അറിയിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് CBSE അവരുടെ ഔദ്യോഗിക സൈറ്റിലൂടെ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടിലൂടെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോഴും ആ പോർട്ടൽ പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി വിമർശനങ്ങൾ CBSEക്ക് നേരെ ഉന്നയിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും ആ പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്ന് തന്നെ പുനർമൂല്യനിർണ്ണയ പോർട്ടൽ തുറക്കുമെന്നായിരുന്നു CBSE അറിയിച്ചത്. എന്നാൽ ഇപ്പോഴും ചില തകരാറുകൾ നിലനിൽക്കുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇതിന് പിന്നാലെ ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ CBSEയുടെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും എന്ന കാര്യവും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലും ഈ പോർട്ടൽ ഇതുവരെ തുറന്നു നൽകാൻ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട്. ആ പോർട്ടൽ എന്നാൽ ഇന്നും തുറന്നിട്ടില്ല. ഈ 11 മണിയായിട്ടും തുറന്നിട്ടില്ല എന്നുള്ളതാണ് വിവരം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ കൈമാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.